വേനൽ ചൂടിൽ തണ്ണിമത്തൻ വിളയിച്ച് കോതമംഗലം സ്വദേശികൾ ജനശ്രദ്ധയിലേക്ക്. കാടുപിടിച്ചു കിടന്ന 2 ഏക്കർ സ്ഥലം കിളച്ചൊരുക്കിയാണ് ഇവർ തണ്ണിമത്തൻ കൃഷി ഇറക്കിയത്. മലയങ്കീഴ് ബൈപ്പാസ് റോഡിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാൾ വഴിയാണ് ഇവർ വിളയിച്ച തണ്ണിമത്തനുകളുടെ വിൽപ്പന. കാർഷിക മേഖലയിൽ നവാഗതരായ CD ജോഷി, VJ മാത്യു എന്നിവരാണ് ഈ വേനൽക്കാലത്തെ താരങ്ങൾ. ഇരുവരും ചേർന്ന് വിളയിച്ചെടുത്ത തണ്ണിമത്തനുകൾ കൊടുംചൂടിൽ പകരുന്ന കുളിരനുഭൂതിയാണ് ഈ സുഹൃത്തുക്കളെ ശ്രദ്ധേയരാക്കുന്നത്. മലയങ്കീഴിന് സമീപം 2 ഏക്കർ പാടത്താണ് മഞ്ഞ ചുമപ്പ് നിറത്തിലുള്ള കിരൺ തണ്ണിമത്തൻ ഇവർ കൃഷി ചെയ്തത്. സമീപകാലത്താണ് ഞങ്ങൾ ഈ കൃഷി മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ മലയങ്കീഴ് പാടത്ത് തണ്ണിമത്തനാണ് ഞങ്ങൾ കൃഷി ചെയ്ത് തീർത്തും ജൈവമായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ പരിപൂർണമായും വിഷരഹിതമായിട്ടാണ് ഈ തണ്ണിമത്തൻ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ദൈവകൃപയാൽ തരക്കേടില്ലാത്ത വിളവ് ലഭിച്ചു. നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അപ്പോൾ ഇനിയും കൃഷിയുമായി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കൂടാതെ ഞങ്ങൾക്ക് കുറ്റിപ്പയർ, ചീര, നേന്ത്രവാഴ, കപ്പ ഇവയെല്ലാം നിലവിലിപ്പോൾ കൃഷി ഉണ്ട്. കോഴിവളവും പിന്നെ കടലപ്പിണ്ണാക്ക് ആണ് അടിവളമായിട്ടിട്ടത്. പിന്നീട് ചാണകം കലക്കി ഒഴിച്ചു. അതാണ് ഞങ്ങളിരുന്ന് വളം ചെയ്തിട്ടുള്ളൂ. വേറെ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ജോഷിയും മാത്യുവും ആദ്യമായിട്ടാണ് തണ്ണിമത്തൻ കൃഷി പരീക്ഷിച്ചത്. അത് സമ്പൂർണ്ണ വിജയവുമായി. ജൈവ രീതിയിലാണ് ഇവരുടെ കൃഷി. വിത്തിടൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള മുഴുവൻ ജോലികളും ഇവർ തന്നെ ചെയ്യുന്നു. മലയങ്കീഴ് ബൈപ്പാസ് റോഡിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാൾ വഴിയാണ് തണ്ണിമത്തനുകളുടെ വിൽപ്പന. നല്ല രുചിയും നിറവുമുള്ള വിഷരഹിത തണ്ണിമത്തനുകൾ വാങ്ങാൻ ധാരാളം പേർ ഇവിടെ എത്തുന്നുണ്ട്. കൃഷിയുമായി മുന്നോട്ടു പോകുമെന്നും പച്ചക്കറി, വാഴ തുടങ്ങിയവ കൃഷി ചെയ്യാനാണ് തുടർന്ന് ഉദ്ദേശിക്കുന്നതെന്നും കർഷകനായ ജോഷി പറഞ്ഞു. മീഡിയ സിസ്റ്റി, കോതമംഗലം.